പഹൽഗാം ഭീകരാക്രമണത്തിന് പകരമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂർ എത്രമാത്രം പാകിസ്ഥാന് തിരിച്ചടിയായി എന്നുള്ളതിന്റെ ഓരോ വിവരങ്ങളും ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഇപ്പോഴിതാ ഇന്ത്യയുടെ DGMOയുടെ തലവനായ രാജീവ് ഗായുടെ ഒരു വമ്പൻ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അതിർത്തിയിൽ 100-ലധികം പാകിസ്ഥാൻ സൈനികരെ ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ തീർത്തു. പാകിസ്ഥാൻ ഇത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പാകിസ്ഥാൻ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ എത്ര വിമാനങ്ങൾ, പാകിസ്ഥാൻ വ്യോമസേനയുടെ 11 വിമാനത്താവളങ്ങളും അതിന്റെ റൺവേയും ഇതൊക്കെ തന്നെ ഇന്ത്യ തകർത്തരിപ്പണമാക്കിയതാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇതൊന്നും അംഗീകരിക്കാതിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ DGMOയുടെ തലവൻ തന്നെ ഒരു കാര്യം വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ 100-ലധികം സൈനികർ കൊല്ലപ്പെട്ടു. ആ പാക് സൈനികർക്ക് പാകിസ്ഥാൻ ഭരണകൂടം ബഹുമതി നൽകി. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 14-ാം തീയതി പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിമാരുമെല്ലാം ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ സൈനികർക്കുള്ള ബഹുമതിയാണ് നൽകിയത്. ഇത് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗവും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാന് എത്ര വലിയ തിരിച്ചടിയാണ്, എത്രമാത്രം വലിയ നാശനഷ്ടമാണ് ഒരൊറ്റ ഓപ്പറേഷനിലൂടെ ഇന്ത്യ നൽകിയതെന്നുള്ളത് ഇതിൽ തന്നെ വ്യക്തമാണ്. പാകിസ്ഥാനുള്ളിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ഭീകര ക്യാമ്പുകളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ ആകട്ടെ അതിർത്തിയിലുള്ള ലൈൻ ഓഫ് കൺട്രോളിലുള്ള ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവയ്പ് തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഇന്ത്യ സംയമനം പാലിച്ചു. എന്നാൽ പിന്നാലെ ഇന്ത്യൻ സേനയ്ക്ക് നിർദ്ദേശം ലഭിച്ചു തിരിച്ചടിക്കുക. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിലാണ് 100-ലധികം പാക് സൈനികർ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ ആകട്ടെ ഇന്നും നുണക്കഥകൾ കൊണ്ട് ഈ ആക്രമണത്തെ, ഈ നാണക്കേട് മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. പാകിസ്ഥാന്റെ സൈനിക മേധാവിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഒക്കെ പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ 6 റഫേൽ വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടു. ഇന്ത്യയുടെ വിമാനം പോയിട്ട് വിമാനത്തിന്റെ ചിറകിൽ തൊടാൻ പോലും പാകിസ്ഥാൻ സേനയ്ക്കായില്ല. അതേസമയം ഇന്ത്യ പാകിസ്ഥാന്റെ MiG-25 5 വിമാനങ്ങളെ, നിരവധി ആയുധ കേന്ദ്രങ്ങളെ, എന്തിനേറെ പറയുന്നു, ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ വീടടക്കം കുടുംബമടക്കം ഈ ആക്രമണത്തിൽ തീർന്നില്ലേ? അങ്ങനെ ഇന്ത്യ രേഖ വെച്ച് തെളിവ് വെച്ചാണ് പറയുന്നത്. പാകിസ്ഥാൻ ആകട്ടെ നുണക്കഥകളുടെ പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് തങ്ങൾക്കുണ്ടായ നാണക്കേട്, തിരിച്ചടി മറയ്ക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ അതിർത്തിയിൽ തീർത്തത് 100-ലധികം പാകിസ്ഥാൻ സൈനികരെ.